ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചെറിയ വീഡിയോ. പുതിയ ടെക്നീഷ്യന്മാർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതൊരു സാൻസുവിയുടെ ടി വിയാണ്. മോഡൽ നമ്പറിൽ ഒന്നുമില്ല, പ്രസക്തിയില്ല, അത് നോക്കണ്ട. 32 ഇഞ്ചാണ്. ഓക്കെ, ഈ ഒരു ടി വി LCD ആണിത്. ഇതാ, ഇതിലെന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഒരു ശ്രദ്ധിക്കാൻ വേണ്ടി പറയാനാണ്. നമ്മൾ ഈ കവർ അഴിച്ച് അതിലൊരു സ്ക്രൂ ചെയ്തിട്ടുള്ളൂ. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. റിപ്പയറിങ്ങിൻ്റെ അല്ല, ഇൻഫർമേഷനാണ്. ഇതിൻ്റെ SMPS TFC ആണ്. TFC സപ്ലൈ, പവർ സപ്ലൈ കംപ്ലൈൻ്റ് ഉണ്ട്. അത് ശരിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. TFC ബൂസ്റ്റപ്പിൻ്റെ മോഡ്യൂൾ കിട്ടിയിട്ട് വേണം റെഡിയാക്കാനായിട്ട്. ഇല്ല, ബൂസ്റ്റപ്പിൻ്റെ മോഡ്യൂൾ ഇട്ടാൽ റെഡിയാക്കും. ആരും ഇത് ബൂസ്റ്റപ്പിനെ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ട് റിപ്പയർ ചെയ്ത് കൊടുത്തു. അതൊരു ബിഗർ വർക്ക് ചെയ്യുമ്പോൾ ഈ ഇതൊക്കെ എഫക്റ്റ് ഹൈ ഹീറ്റായിട്ട് റെസിസ്റ്ററൊക്കെ പോയി. ഓക്കെ, ഇതിപ്പോൾ ഇത് പവർ സപ്ലൈ ഓക്കെയാണ്. ഇൻ കേസ് നമുക്ക് മദർ ബോർഡ് എക്സ്ട്രാ ഒരു മദർ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത് ശരിയാക്കാനൊക്കെ ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യാം. അതിൽ ഈ ടൈപ്പ് FFC കേബിളാണ് LVDSന് പോണത്. എന്താ ഫ്ലാറ്റാണ് പോണത്, സാധാരണ LVDS അല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പാനൽ വോൾട്ടേജ് അറിയാനും അതുപോലെ തന്നെ ബാക്ക് ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, ബാക്ക് ലൈറ്റിൻ്റെ വയറിനകത്തേക്ക് പോകണം. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ ഒന്ന് അഴിക്കാനായിട്ട് ശ്രമിക്കും. സ്വാഭാവികമായിട്ടും അഴിക്കാൻ ശ്രമിക്കും. കാരണം ഇതിൻ്റെ വോൾട്ടേജ് അറിയണം. LVDS നമുക്ക് വേറെ കേബിൾ ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് കട്ട് ചെയ്തൊക്കെ മോഡിഫൈ ചെയ്ത് കണക്ഷൻ കൊടുക്കാം. അത് പിന്നത്തെ കാര്യം. ഇപ്പോൾ ബാക്ക് ലൈറ്റ് കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണം. നമ്മളെന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും ഇത് അഴിക്കാൻ ശ്രമിക്കും. അഴിക്കാൻ ശ്രമിക്കുമ്പോഴുള്ളൊരു കുഴപ്പം, ഈ സാധനം ഇതുണ്ട്, സ്ക്രൂ ഉണ്ടോ, LN key ആണ്. LN key ടൈപ്പ് സ്ക്രൂ ആണ് മെയിൻ ബോഡിയിലേക്ക് വരുന്നത്. ഇതാ LN key. ഈ LN key ടൈപ്പ് സ്ക്രൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ LN key വെച്ച് LN key ഉപയോഗിച്ച് ഇത് അഴിച്ച് ഓപ്പണാക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ടീകോൺ ബോർഡ് സർവീസ് ചെയ്യാൻ പോലും ഇത് അഴിക്കരുത്. അഴിച്ചാൽ സംഭവിക്കുക, ഇതിൻ്റെ ഡിസ്പ്ലേ കമ്പനി ചെയ്തു വച്ചിരിക്കുന്നത് ഈ ഇവിടെ രണ്ട് ഇതായിട്ട് തിരിയുന്നിടത്ത് ഫ്രണ്ടിലെ ഫ്രെയിമും ബാക്കിലെ ഫ്രെയിമും തമ്മിൽ ഡിസ്പ്ലേനെ ഒട്ടിച്ച് വെച്ചേക്കാണ്. നല്ല സ്ട്രോങ് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. നമ്മളിത് അഴിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ബലമായിട്ട് പിടിച്ച് വലിക്കുമ്പോൾ ഈ ഡിസ്പ്ലേ ലിക്വിഡും ക്രിസ്റ്റലും ഒക്കെയുള്ള അടുക്കായിട്ടുള്ള പാനലുകൾ തമ്മിൽ ഒട്ടിച്ച് വെച്ചേക്കണം. TFTനെ ഉള്ളിലാക്കി ഒട്ടിച്ച് പോളറൈസറൊക്കെ വെച്ചിട്ട് 2-3-4 പ്ലേറ്റുകളാണ് പാനൽ എന്ന് പറയുന്നത്. ഈ പ്ലേറ്റ് നടുവിൽ കൂടെ പിളർന്ന് ഇങ്ങോട്ട് പോരും. കാരണം ഫ്രണ്ടിലും ഒട്ടിച്ചേക്കാണ്, ബാക്കിലും ഫ്രെയിം ഒട്ടിച്ചേക്കാണ്. ദൂരാൻ ശ്രമിച്ചാൽ പാനൽ കയ്യിൽ നിന്ന് പോകും. പാനൽ പിന്നെ നോക്കണ്ട, 2 പീസായിട്ട് പിളർന്നു വരും. അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒരു കാരണവശാലും അഴിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഓരോരുത്തരുടെ ഐഡിയ പോലെ അഴിക്കാം. ഫ്രണ്ടിൽ വല്ല ടിന്നറോ എന്തെങ്കിലും കിട്ടും, അതിൻ്റെ പശാനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ടൈം എടുത്ത് ഒരു കോർണറൊക്കെ പൊക്കി ചിലപ്പോൾ അഴിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇങ്ങനൊരു ഇൻഫർമേഷനാണ് എനിക്ക് തരാനുള്ളത്. അഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് കണ്ടോ, ഇവിടെ ഇത് എഴുതിയിട്ടുണ്ട്.
കോഷൻ ഡു നോട്ട് റിമൂവ് ദിസ് കവർ, നോ യൂസർ സർവീസബിൾ പാർട്സ് ഇൻസൈഡ്. അങ്ങനെ ഒരു വാണിങ്ങും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ടി വി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും LNB സ്ക്രൂ എടുത്ത് വെച്ച് അഴിച്ച് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. ബാക്ക് ലൈറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഐഡിയ പോലെ അഴിച്ച് ചെയ്യാം. പാനൽ നമ്മൾ നോർമലി ഈ സ്ക്രൂ അഴിച്ചിട്ട് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ട് തൂക്കി ഫ്രെയിം എടുത്താൽ രണ്ട് പൊളർന്ന് 2 പ്ലേറ്റായിട്ട് നമുക്ക് കൈ കിട്ടുകയുള്ളൂ. ഓക്കെ, സാൻസൂയി മാത്രമല്ല, അതുപോലെ തന്നെ വീഡിയോകോണും ഇതേ സാധനം വരുന്നുണ്ട്. സാൻസൂയി വീഡിയോകോൺ അവർ പണ്ട് മുതലേ CRT മുതലേ ഓരോ പോലത്തെ കോപ്പികളാണല്ലോ, അവർ ചേട്ടനനിമാരാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ വക സാധനം വന്നിട്ടുണ്ടെങ്കിൽ അഴിക്കുമ്പോൾ 2 പിളർപ്പായിട്ട് പോരും. ബാക്ക് ലൈറ്റ് ശരിയാക്കാനായിട്ടൊക്കെ അഴിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ ഐഡിയ പോലെ ട്രിക്കൊക്കെ ഉപയോഗിച്ച് അഴിക്കാം. ഞാൻ ഇതുവരെ ട്രിക്കൊന്നും പ്രയോഗിച്ചിട്ടില്ല. ഓക്കെ.